നമസ്കാരം. നമ്മൾ ഇരുമ്പമ്പുളി അച്ചാർ വെക്കാൻ പോകും. സ്റ്റാർ പുളി ഇത് ഉപ്പിലിട്ടതിൽ നിന്ന് എടുത്തിട്ട് ഇപ്പം നമ്മൾ ഇത് അച്ചാർ വെക്കാൻ പോകും. ബാക്കി നിങ്ങളെ ഞാൻ കാണിക്കും. അപ്പം നമ്മുടെ അച്ചാറിന് ഞാൻ വെളുത്തുള്ളി ഇട്ടു. ചീനിച്ചട്ടി ഒന്നും ചൂടായിട്ട് നമുക്ക് എണ്ണയും കൂടെ അങ്ങോട്ട് അതിനകത്തോട്ട് ഒഴിച്ച് നമുക്ക് ഒന്ന് കടുക് വറക്കും. നമ്മുടെ ചാറിൻ്റെ എണ്ണയെല്ലാം നമ്മളത് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂക്കട്ടെ. നമ്മൾ ആദ്യം ഇതിനെ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ കടുക് ഇട്ടു, 3 വറ്റൽമുളക് ഇട്ടു, കുറച്ച് കരിയാപ്പിലയും ഇട്ട് നമ്മളത് ഒന്ന് നന്നായിട്ട് മൂപ്പിക്കണം. മൂപ്പിച്ചിട്ട് വേണം ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാൻ. അത് പിന്നെ കായപ്പൊടി, ഉലുവാപ്പൊടി ഇത് ഇത്രയും കൂടെ ചേർക്കണം. നമ്മുടെ ഇതെല്ലാം ഒന്ന് മൂക്കണം, നല്ലോണം ഒന്ന് മൂത്ത് അതിനകത്തോട്ട് നമ്മുടെ ചാറിൻ്റെ പുളി ഇട്ട് നമുക്ക് അതിനകത്തൊന്ന് ചേർക്കാം. ഞാൻ അന്നേരം തീ അങ്ങ് കെടുത്തി, അതിലേക്ക് അരിഞ്ഞു നമ്മുടെ അച്ചാറിൻ്റെ ഇതിനകത്ത് നമ്മളിപ്പം കായവും കൂടെ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇത് ഉപ്പിലിട്ടതായതുകൊണ്ട് നമ്മൾ ഉപ്പ് ഒരു ശകലമേ ചേർത്തുള്ളൂ. ഇളക്കി നല്ല ഇതായി. ഇനി വെള്ളമൊന്നും ഒഴിക്കത്തില്ല. നമ്മളിതൊരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് അലുക്കും. നമുക്ക് ഓരോ കഷ്ണം എടുത്താൽ നമ്മൾ എണ്ണയൊക്കെ ഏറെ ചേർത്തിട്ടുണ്ട്. എണ്ണയൊക്കെ അങ്ങനെ നമ്മുടെ സ്റ്റാർ പുളിയെല്ലാം അച്ചാറൊക്കെ വെച്ച് പിന്നെ ഇനി ഞാൻ കായോ എല്ലാം ഇട്ടിട്ടുണ്ട്, എല്ലാം ചേർത്ത്. ആദ്യം നമുക്ക് ഇരുമ്പമ്പുളി അരിഞ്ഞെടുത്തു. അത് കഴിഞ്ഞ് നമ്മളത് അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ ചീനിച്ചട്ടി എടുത്ത് വെച്ച് കുറേ വെളുത്തുള്ളി പൊളിച്ച് അതിനകത്തിട്ട് അതിനകത്തോട്ടിട്ട് ഇളക്കി. പിന്നെ നമ്മൾ മുളക് പൊടി, കായം ഇത്രയും കൂടെ ചേർത്ത് ഒരു ശകലം ഉപ്പും കൂടെ ചേർത്ത് നമ്മളിപ്പം ഇത് വെച്ചതിന് നല്ല പുളിയുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഉപ്പിലിട്ടുകൊണ്ട് വെള്ളത്തിന് പുളി പോയതുകൊണ്ട് ഇതിന് പുളി ഇല്ല. ഇപ്പം നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ഇങ്ങനെ കിട്ടുകയാണ്. ഈ അച്ചാറ് ഇരുമ്പമ്പുളിയൊക്കെ ഈ സ്റ്റാർ പുളി ഉപ്പിലിട്ടിട്ട് അച്ചാറിടാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇടുക. എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യും. ഓക്കെ.